600 കോടിയുടെ പദ്ധതി അമൃത് 2 പദ്ധതിയിൽ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നടപ്പിലാക്കാതെ ഇത് മനഃപൂർവ്വം ഈ ജനങ്ങളെ പറ്റിക്കുവാനും കബളിപ്പിക്കുവാനും ഇത് CPMന് വലിയൊരു പ്രതികാരമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന പ്രതികാരം കുടിവെള്ളത്തിലൂടെ കാണിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണസമിതി മേയറുടെ നേതൃത്വത്തിൽ 107 വാട്ടർ ടാങ്കറുകൾ ഇറക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ വന്നു പോകുന്ന, കുട്ടികളും വന്നു പോകുന്ന ഒരു പൊങ്കാലയാണ് ആറ്റുകാൽ പൊങ്കാല. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള, ലോകപ്രസിദ്ധമായിട്ടുള്ള ഈ പൊങ്കാല. ഈ പൊങ്കാലയെ അട്ടിമറിക്കുക എന്നുള്ള ഒരു നയവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം ജല അതോറിറ്റിയെ കൊണ്ട് ചെയ്യേണ്ട, ഇത് ചെയ്ത് അങ്ങനെ പരിഹാരം കണ്ടാൽ അത് BJPയുടെ വിജയമായി മാറും. ഇതിൽ രാഷ്ട്രീയം കൃത്യമായിട്ടും കാണുന്നു CPMും സംസ്ഥാന സർക്കാരും. അതിൻ്റെ ഫലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായും ചെയ്യും. ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും ഈ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല നാളെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇതിന് പിന്നാലെയാണ് നഗരസഭയുടെ കീഴിലുള്ള നിരവധി വാർഡുകളിൽ, അതായത് പകുതിയിലേറെ വാർഡുകളിൽ ശുദ്ധജല വിതരണം മുടങ്ങിക്കിടക്കുകയാണ്. വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തുന്നത് മൂലമാണ് ഇത്തരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കുവാൻ വേണ്ടി നഗരസഭ ഓരോ വാർഡുകളിലേക്കും ശുദ്ധജല വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡിലും ഓരോ ടാങ്കർ വീതമാണ് മേയർ നിലവിലിപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാല അടുത്തിരിക്കുന്ന വേളയിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. വെള്ളത്തിലും സംസ്ഥാന സർക്കാർ രാഷ്ട്രീയം കലർത്തുന്നോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷനായ ശ്രീ കരമന ജയൻ. ഇവിടുത്തെ പൊതുസമൂഹത്തിനും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ് വാട്ടർ അതോറിറ്റി CPMൻ്റെ ആയുധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് ഈ BJP തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കാലമായി തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരിനുണ്ട്. അത് പരിഹരിക്കാത്ത കാര്യം ജനങ്ങൾ മുഴുവൻ BJPക്ക് അധികാരത്തിൽ വന്നത് BJPയുടെ കഴിവുകേടാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി, BJPയുടെ ഭരണം വന്നാൽ ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് വേണ്ടി CPMൻ്റെ ആയുധമായി ജല അതോറിറ്റിയും ജലമന്ത്രിയും സംസ്ഥാന സർക്കാരും പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ആണ് BJP ശക്തമായി ആരോപിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ജല അതോറിറ്റിക്ക് മുമ്പിൽ ഒട്ടനവധി പദ്ധതികളുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ അമൃത് 2 പദ്ധതികളിലൂടെ പരിധിയിലുള്ള എല്ലാ വീടുകളിലും കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. അരുവിക്കരയിൽ 75 MLD വാട്ടർ ട്രീറ്റ്മെൻറ്റ് സ്ഥാപിക്കാനും 600-ൽ പരം കോടി രൂപയുടെ പദ്ധതിയിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ 50 വാർഡുകളിൽ 100% കുടിവെള്ളം നൽകാൻ 14.58 കോടി, കൂട്ടിച്ചേർത്ത മറ്റ് വാർഡുകളിൽ വെള്ളം നൽകാൻ 97.51 കോടി, പേരൂർക്കട മൺവിള ട്രാൻസ്മിഷൻ പൈപ്പിന് 65.45 കോടി, ചന്തവിള കാട്ടായിക്കോണം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന് 29.46 കോടി, കുടിവെള്ളം കണക്ഷൻ നൽകാൻ 273 കോടി. അങ്ങനെ 600 കോടിയുടെ പദ്ധതി അമൃത് 2 പദ്ധതിയിൽ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നടപ്പിലാക്കാതെ ഇത് മനഃപൂർവ്വം ഈ ജനങ്ങളെ പറ്റിക്കുവാനും കബളിപ്പിക്കുവാനും, അതോടൊപ്പം തന്നെ ഇത് CPMന് വലിയൊരു പ്രതികാരമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന പ്രതികാരം കുടിവെള്ളത്തിലൂടെ കാണിക്കുന്നു എന്നുള്ളതാണ്. കുടിവെള്ളം കിട്ടാതെ ദാഹജലത്തിനായി ജനങ്ങൾ അലയുമ്പോൾ അത് നോക്കി ചിരിക്കുകയാണ് CPMൻ്റെ സഖാക്കന്മാരും സംസ്ഥാന സർക്കാരും.
ഇത് BJPക്കെതിരെ ആയുധമാക്കാനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചന കൊടുക്കാനുമാണ് CPM ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയത്തിൽ ഒന്നാണ് ഈ കുടിവെള്ളക്ഷാമം എന്നുള്ളതാണ്. ഈ വാട്ടർ അതോറിറ്റി ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ജലവിതരണം മുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ ജലവിതരണം പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ടത് വാട്ടർ അതോറിറ്റി അല്ലേ സത്യത്തിൽ? പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. പക്ഷേ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണസമിതി മേയറുടെ നേതൃത്വത്തിൽ 107 വാട്ടർ ടാങ്കറുകൾ ഇറക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ ഭരണസമിതി കൃത്യമായിട്ടുള്ള കണക്കാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാടുകളും നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും നേതൃത്വത്തിൽ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ച് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള സംവിധാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളതാണ്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പിന്തുണയും ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വാട്ടർ അതോറിറ്റി എന്തുകൊണ്ടാണ് ജലവിതരണം നടത്താൻ മുൻകൈ എടുക്കാത്തത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത് ഒന്ന്, ലക്ഷക്കണക്കിന് സ്ത്രീകൾ വന്നു പോകുന്ന, കുട്ടികളും വന്നു പോകുന്ന ഒരു പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാല ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള, ലോകപ്രസിദ്ധമായിട്ടുള്ള ഈ പൊങ്കാല. ഈ പൊങ്കാലയെ അട്ടിമറിക്കുക എന്നുള്ള ഒരു നയവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം ജല അതോറിറ്റിയെ കൊണ്ട് ചെയ്യേണ്ട, ഇത് ചെയ്ത് അങ്ങനെ പരിഹാരം കണ്ടാൽ അത് BJPയുടെ വിജയമായി മാറും. ഇതിൽ രാഷ്ട്രീയം കൃത്യമായിട്ടും കാണുന്നു CPMഉം സംസ്ഥാന സർക്കാരും. അതിൻ്റെ ഫലമായിട്ടാണ് ഇത് അനുഭവിച്ചത്. ഇത് നമുക്കറിയാം. ഇത് CPMൻ്റെ പ്രതികാര രാഷ്ട്രീയം നമ്മൾ ചരിത്രങ്ങൾ പലതും കണ്ടതാണ്. അവർ ഏത് തരത്തിലും പ്രതികാരം ചെയ്യാൻ അവർ എന്തിനും തുനിഞ്ഞിറങ്ങുന്ന ഒരു സംവിധാനമാണ് CPMൻ്റെ പാർട്ടി സംവിധാനം. ജലവിതരണം മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഭക്തജനങ്ങളെ ബാധിക്കും. ലക്ഷക്കണക്കിന് പേരാണ് വരുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ജലവിതരണം ക്രമീകരിച്ചിരിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി കൃത്യമായിട്ടും ഞാൻ പറയാം, ഓരോ 101 വാർഡുകളിലും ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാനുള്ള പദ്ധതികളും പ്ലാനും നടപ്പിലാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ജനങ്ങളത് പറയുകയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒറ്റ കാര്യമുണ്ട്. എന്തിനാണ് ഈ രാഷ്ട്രീയം? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 45 വർഷക്കാലമായി അനുഭവിച്ച വേദനയും യാതനകളും ദുരിതങ്ങളും അത് മാറണമെന്ന് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. ആഗ്രഹത്തിൻ്റെ ഫലമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA കോർപ്പറേഷൻ ഭരണം വന്നത്. പക്ഷെ അതിനെ ഇത്രയും പ്രതികാരം കാണിക്കാൻ, ഇത്രയും മനുഷ്യത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി CPM വീണ്ടും തെളിയിക്കുകയാണ്. ഞങ്ങൾക്ക് മനുഷ്യത്വമില്ല, ഞങ്ങൾ ഏത് വിധേനയും പ്രതികാരം കാണിക്കും, അതാണ് ഞങ്ങളുടെ പാർട്ടിയെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. ഈ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകുന്നുണ്ടോ BJP? തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായും ചെയ്യും. ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും ഈ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും നാളെയുമായിട്ടൊക്കെ മേയറുടെ നേതൃത്വത്തിൽ ഭരണ സംവിധാനം കൃത്യമായിട്ടും നിർവഹിക്കേണ്ട കടമ കൃത്യമായി തന്നെ നിർവഹിക്കും. പരമാവധി പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെ മുമ്പോട്ട് പോകും. പക്ഷെ അവിടെയും സംസ്ഥാന സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും തടസ്സം നിൽക്കുന്നുണ്ട്. ജല അതോറിറ്റിയും ജലമന്ത്രിയും അത് ചെയ്യുന്നില്ല. ജലമന്ത്രിയുടെ മുമ്പ് ശക്തമായിട്ടുള്ള നിർദ്ദേശം CPM കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി തന്നെ മുമ്പോട്ട് പോകും. ഇന്നലെയും ഞങ്ങൾ വളരെ ശക്തമായി തന്നെ ജലമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇന്നും സമരങ്ങൾ വീണ്ടും തുടരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ വാട്ടർ അതോറിറ്റിയാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് മൂലം ശുദ്ധജലം മുടങ്ങിക്കിടക്കുന്നത്. അതിനൊരു പകരം സംവിധാനം ഏർപ്പാടാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയാണ്. ആ ഒരു പ്രവൃത്തി പോലും വാട്ടർ അതോറിറ്റി നിലവിലിപ്പോൾ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് പിന്നാലെയാണ്
നഗരസഭ ഇടപെട്ടുകൊണ്ട് ഓരോ വാർഡിലേക്കും ഓരോ വാട്ടർ ടാങ്ക് വീതം നൽകിയിരിക്കുന്നത്. ഇത് കൃത്യമായി ശുദ്ധജല വിതരണം നടത്തുമെന്നാണ് മേയർ ഉൾപ്പെടെയുള്ള സംഘം നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.